നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഹനാപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തയ്യാറായില്ലെന്ന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം. ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാദിനില്ല കളരിയായി മാറുന്നു. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. വിശദമായ വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തയ്യാറായില്ലെന്ന ആക്ഷേപം. കട്ടപ്പനയിലാണ് സംഭവം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഓട്ടോറിക്ഷക്കാരെ സമീപിച്ചെങ്കിലും പരിക്കേറ്റ ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓട്ടം പോകാൻ ഇവർ തയ്യാറാകില്ലെന്നാണ് പരാതി ഉയരുന്നത്. വോട്ടെണ്ണൽ ദിവസം ഡ്യൂട്ടിക്കായി പോകുമ്പോൾ രാത്രിയിലാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ ASI വിനോദ് അപകടത്തിൽപ്പെട്ടത്. കട്ടപ്പന പുളിയൻമല റോഡിൽ സ്കൂട്ടർ മറിഞ്ഞാണ് ഇദ്ദേഹത്തിന് പരിക്കേറ്റത്. ഉടൻ തന്നെ സമീപത്ത് താമസിക്കുന്ന സഹോദരനെ ഫോണിൽ വിളിച്ച വിവരം അറിയിച്ചു. പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിക്കാൻ ഇദ്ദേഹം കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തി. വിവരം പറഞ്ഞെങ്കിലും ഇവിടെയുണ്ടായിരുന്ന 5 ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒട്ടും പോകാൻ തയ്യാറായില്ല. ഇവിടുത്തെയും പുള്ളി പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോക്കാർ തന്നെയാണല്ലോ. ഞങ്ങൾ ചേർന്നതിന് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് തന്നെ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും അവിടെ ഒരു 3-4 ഓട്ടോക്കാരുണ്ടായിരുന്നു. അവരോട് എല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പോഴത്തേ ഇത് അവസ്ഥ പറഞ്ഞു ഇങ്ങനെ ആക്സിഡന്റ് വന്നാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ ആരും തയ്യാറായില്ല. ഞങ്ങൾ വരുന്നില്ല എന്ന് മാത്രം പറയാം. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥനെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനമെത്തിച്ചാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇദ്ദേഹം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തോളിനും വാരിയിനും പൊട്ടുണ്ട്. സിറ്റി വിഷൻ കട്ടപ്പന. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം ബുധനാഴ്ച ചേർന്ന മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. ഓഗസ്റ്റോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം ബുധനാഴ്ച ചേർന്ന മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. ഇതിന്റെ തുടർ നടപടികൾക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് S. വിജയകുമാർ, സെക്രട്ടറി എന്നിവരെ യോഗം നിയോഗിച്ചു. ഓഗസ്റ്റോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിൽ തനത് വരുമാനം കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി 2 കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് മൂന്നാറിൽ വരുന്ന വിനോദസഞ്ചാരമായി മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വാഹനങ്ങളിൽ പ്രവേശന ഫീസ് ഈടാക്കുക. മാലിന്യം സംസ്കരിക്കുന്നതിന് ആ തുക ഉപയോഗിക്കുന്നതിന് തനത് ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുക. അത് നിയമം വശങ്ങൾ പരിശോധിച്ച് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കളക്ടറോട് ഇന്നലെ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ചു. ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, സാമുദായിക സംഘടനാ നേതാക്കന്മാർ, കളക്ടർ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം വാഹനങ്ങൾക്ക് ചുമത്തേണ്ട നിരക്ക് തീരുമാനിക്കും. മൂന്നാറിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച വാഹനങ്ങളിൽ നിന്നും പ്രവേശന ഫീസ് പിരിക്കാനാണ് നീക്കം. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യം തള്ളുന്നുണ്ടെന്നും ഇവ ശേഖരിക്കുന്നവരുടെ വേതനം, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള ചിലവ് എന്നിവ കണ്ടെത്തുന്നതിനായാണ് ഫീസ് ഈടാക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പഴയ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം പെരിയവരക്കവല എന്നിവിടങ്ങളിലായിരിക്കും ചെക്ക് പോസ്റ്റുകൾ. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം വലിച്ചെറിയാതെ ശേഖരിച്ചു വെക്കുന്നതിന് സഞ്ചികളും നൽകും. തരംതിരിച്ച മാലിന്യം മടക്കയാത്രയെ ചെക്ക് പോസ്റ്റിൽ കൈമാറാം. വാഹനങ്ങളുടെ വലുപ്പമനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക.
ദിവസവും ശരാശരി 1500 മുതൽ 2500 വരെ വാഹനങ്ങൾ മൂന്നാറിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. സീസണിൽ ഇത് 5000 വരെയാകും. കോവിൽക്കടവിന് സമീപം ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് കാന്തല്ലൂർ പഞ്ചായത്ത് ഇപ്പോൾ തന്നെ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് 30 രൂപ, വലിയ വാഹനങ്ങൾക്ക് 100 രൂപ എന്നതാണ് നിരക്ക്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി ജില്ലയുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചിറക് നൽകുമെന്ന് പ്രഖ്യാപിച്ച ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാദിനില്ലാ കളരിയായി മാറുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കും കാരണം 7 വർഷം പിന്നിടുമ്പോഴും കോളേജ് പൂട്ടലിന്റെ വക്കിലാണ്. 2018 ശാന്തൻപാറയിൽ അനുവദിച്ച കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നത് സൗകര്യങ്ങൾ പരിമിതമായ പൂപ്പാറ പഞ്ചായത്ത് LP സ്കൂൾ കെട്ടിടത്തിലാണ്. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് പൂപ്പാറയിൽ സ്ഥലം വിട്ടു നൽകിയിട്ട് വർഷങ്ങളായെങ്കിലും ഒരു കല്ലുപോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. 340 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള ഇവിടെ നിലവിൽ 100-ൽ താഴെ കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യമോ ലാബുകളോ ഇല്ലാത്തതാണ് കുട്ടികൾക്ക് ഈ കോളേജിനെ കൈവിടാൻ പ്രധാന കാരണം. ഏതാണ്ട് 200-250ഓളം കോഴ്സുകൾ സീറ്റുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് പ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് താമസിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങളോ ഒന്നും യാതൊരു ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നാണ്ട് 100-ൽ താഴെ കുട്ടികൾ മാത്രമാണ് ഈ പരിമിതമായ സ്ഥലത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഇടപെടലിലൂടെ ഈ സ്ഥലം കൃത്യമായിട്ട് കോളേജിന് വേണ്ടി ഏറ്റെടുക്കുവാനോ അതിൻ്റെ നടപടിക്രമമോ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കോളേജിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 2020-21 കാലയളവിൽ ഉരുളാങ്കൽ സൊസൈറ്റിയെയാണ് ചുമതലപ്പെടുത്തിയത്. 10 ലക്ഷം രൂപ ഫീസായി വാങ്ങി സൊസൈറ്റി സമർപ്പിച്ച 105 കോടിയുടെ പ്ലാൻ പക്ഷേ പ്രായോഗികമല്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചു. അനുവദിച്ച ഭൂമിയിൽ ഇത്രയും വലിയ കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലമില്ലെന്ന പൊതുമരാമത്ത് വകുപ്പ് തന്നെ കണ്ടെത്തിയതോടെ സർക്കാർ പണം പാഴായി. നിലവിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ 40 കോടിയുടെ പുതിയ പ്ലാൻ ധനവകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. കോളേജിൻ്റെ ആവശ്യമാണ്. കോളേജിൻ്റെ ആവശ്യപ്പെട്ടിട്ടും ഇവിടെ കോളേജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വർഷങ്ങൾ 7-8 കൊല്ലം ആയിട്ടും ഇതുവരെ പൂർത്തിയായിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർക്ക് കുട്ടിയെ എവിടെയാ പഠിത്തത്തിൽ നിർത്താനുള്ള സംവിധാനം ഇല്ലാതെ ഒരുങ്ങാതെ കോളേജ് ഒരു പൂർത്തീകരിക്കാതെ ഇല്ലാതെ കാരണം കൊണ്ട് ജനങ്ങളൊക്കെ തമിഴ്നാട്ടിലേക്കും പിന്നെ അന്യ സ്ഥലത്തിലേക്കും പോയാണ് പഠിത്തത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കോളേജ് കൃത്യമായിട്ട് ഇവിടെ വരുവാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല ഗുണം കിട്ടുന്ന ഞങ്ങളുടെ ഒരു ആഗ്രഹം. സ്ഥിരം സംവിധാനമാകും വരെ കുളപ്പാറച്ചാലിലെ കിൻഫ്ര അപ്പാരൽ പാർക്ക് കെട്ടിടത്തിലേക്ക് കോളേജ് മാറ്റാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 1 വർഷം മുൻപ് അനുമതി നൽകിയിരുന്നു. 36,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം പ്രതിമാസം 3.5 ലക്ഷം രൂപ വാടകയ്ക്ക് എടുക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് വാടക സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകുന്നത് മൂലം ഈ നീക്കവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കോഴ്സുകൾ നഷ്ടമാകുന്നു. 2 പുതിയ കോഴ്സുകൾ കൂടി അനുവദിക്കാൻ സർവകലാശാല തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നെങ്കിലും കെട്ടിടമില്ലാത്ത സാഹചര്യത്തിൽ അത് ലഭിക്കാനിടയില്ല. പുതുതലമുറ കോഴ്സുകൾ തുടങ്ങുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഇടുക്കിയിലെ ഈ സർക്കാർ കലാലയത്തെ രക്ഷിക്കാനാകൂ. ഉന്നത അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ മലയോരത്തെ വിദ്യാർത്ഥികൾക്കായി തുറന്ന ഈ വിദ്യാലയത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞുപോകും. സിറ്റി വിഷൻ, രാജകുമാരി. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. നിയന്ത്രണം വിട്ടുവരുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് 300 അടിയോളം താഴ്ചയിൽ തങ്കച്ചന്റെ വീടിന് മുകളിലേക്കാണ് പതിക്കുന്നത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന ഹിൽ ടോപ്പിലാണ് മാവുങ്കൽ തങ്കച്ചന്റെ വീട്. വീടിന് 300 മീറ്ററോളം ഉയരത്തിൽ കൊടും വളവിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രണം വിട്ടു മറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ജനുവരി 10-ന് ടോറസ് ലോറി ക്രാഷ് ബാരിയർ തകർത്ത് തങ്കച്ചന്റെ പുരയിടത്തിലേക്ക് മറിഞ്ഞു. വർഷത്തിൽ 2 അപകടമെങ്കിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. അപകടഭീതിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുകയാണ് ഇവർ. അപകടങ്ങൾ തുടർക്കഥയായതോടെ കൃഷി ചെയ്യാൻ പോലും കഴിയുന്നില്ല. ജനുവരിയിൽ മറിഞ്ഞ ലോറി 4 മാസത്തിനു ശേഷമാണ് ഇവിടെ നിന്ന് മാറ്റിയത്. ഈ വളവ് കാരണം ഒരു തരത്തിലും താഴെ കിടന്നിറങ്ങാൻ പറ്റിയില്ല. കാരണം എന്നും ആഴ്ചയിൽ ഒരു വണ്ടിയെങ്കിലും താഴോട്ട് വരിക, അതുപോലെ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളവും ഇതൊന്ന് കെട്ടിത്തരുമ്പോൾ ഇതിന് ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കുക, ഇതിലൊന്നും ചെയ്യുക. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ പലതവണ പരാതി നൽകി. എന്നാൽ റോഡ് സുരക്ഷ മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിഞ്ഞു.
സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലും ആകാതെ ഭീതിയിലാണ് തങ്കച്ചനും കുടുംബവും. സിറ്റി വിഷൻ, കട്ടപ്പന. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മൂന്നാറിൽ വീടിന് പിറകിലെ മൺതിട്ടയിടിഞ്ഞ വീടിന് നാശനഷ്ടം സംഭവിച്ചു. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിലാണ് സംഭവം നടന്നത്. പ്രദേശവാസിയായ അരുൺ പാണ്ഡിന്റെ വീടിനാണ് നാശം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാർ മേഖലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയിലാണ് നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിലാണ് സംഭവം നടന്നത്. പ്രദേശവാസിയായ അരുൺ പാണ്ഡിന്റെ വീടിനാണ് മണ്ണിടിച്ചിലിൽ നാശം സംഭവിച്ചത്. വീടിന് പിറകുവശത്തു നിന്നും മണ്ണിടിഞ്ഞു പോരുകയായിരുന്നു. என் வீட்டுக்கு பின்னாடி பெரிய ஒந்தி இருந்துச்சு. அந்த ஒந்தியில ஒரு பெரிய பாறை இருந்துச்சு. பாறை முந்தானத்தும் நேரத்துக்கு பேஞ்ச மழையில இலகி இருந்துச்சு. அந்த பெரிய பாறை எங்குள்ள வீடு ஃபுல்லா കിച്ചനെ ഫുള്ള ഉള്ള പേരിച്ച് മണ്ണിനൊപ്പം ഇടിഞ്ഞെത്തിയ കല്ല് വീടിന് പിറകിലെ ഭിത്തിയിൽ വന്നിടിച്ചു. ഇതോടെ ഭിത്തിക്കടക്കം വീടിന് കേടുപാടുകൾ സംഭവിച്ചു. காலனில இருக்கோம். எங்க வீட்டுக்கு பின்னாடி பெரிய ஒந்தி இருக்கு. மழையில எல்லாம் ஒவ்வொரு நாளும் தூங்காம தான் இருப்போம். இப்ப இந்த 3 நாளா பெஞ்ச மழையில ஒந்தி இடிஞ்சு கிச்சன் வீட்லயே போட்டு இதாயிருச்சு. நல்ல வேளை பிள்ளைக்கு யாரும் நாங்க இல்ல, வெளியே இருந்தனால. ഉണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രദേശത്തെ മണ്ണിടിച്ചിൽ അപകട സാധ്യത മുമ്പ് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും മുഖവിലക്കെടുത്തില്ലെന്ന പരാതി കുടുംബത്തിനുണ്ട്. പ്രദേശം ബലപ്പെടുത്തിയില്ലെങ്കിൽ മഴക്കാലം എത്തുന്നതോടെ ഇനിയും കൂടുതലായി കല്ലും മണ്ണും ഇടിയുമോ എന്ന ആശങ്കയും കുടുംബം പങ്കുവെക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ഗ്രൂപ്പുകൾക്കുള്ള ഗുണഭോക്തൃ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന കാർഷിക സ്വയം സഹായ സംഘങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട വിത്ത് മുതൽ വിപണി വരെ എന്ന പദ്ധതിക്കാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. പച്ചക്കറി ഉൾപ്പെടെ കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷക സംഘങ്ങൾക്ക് വിത്തും വളവും നൽകുന്നതോടൊപ്പം ഉൽപാദനത്തിന് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിന് വിപണിയും കണ്ടെത്തി നൽകും. സമയബന്ധിതമായി കൃഷിവകുപ്പുമായി ചേർന്ന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന വിധത്തിലുള്ള പുതിയ പദ്ധതിയുടെ പ്രാഥമിക സെമിനാറും ഗുണഭോക്താക്കൾക്കുള്ള പരിശീലന പരിപാടിയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഈ പദ്ധതിയുമായി നിങ്ങൾ ഓരോരുത്തർക്കും മുമ്പോട്ട് പോകുവാൻ സാധിച്ചാൽ കാർഷിക മേഖലയിലെ തന്നെ വലിയൊരു വിപ്ലവത്തിനായിരിക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കം കുറിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുനിത CS സെമിനാർ നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മോളി ടോമി, VA ഉലഹന്നാൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center.
We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കുമളി ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിപുലമായ മെഗാ ക്ലീനിംഗ് പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് നിർവഹിച്ചു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് പഞ്ചായത്തിലെ ഓടകളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ 22 വാർഡുകളിലുമായി ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും ഓടകളിലും കുമിഞ്ഞുകൂടിയിരുന്ന ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്ത് ജലമൊഴുക്ക് സുഗമമാക്കുന്നതാണ് ആദ്യഘട്ട പ്രവർത്തനമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമായും ആനച്ചാൽ, കുമളി ടൗൺ മേഖലകളിൽ നടന്ന മെഗാ ക്ലീനിംഗ് പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം പഞ്ചായത്ത് അംഗങ്ങളായ സിറിൽ യോഹന്നാൻ, സന്തോഷ് ഉമ്മൻ, അനസ് എന്നിവർ നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് മികച്ച പിന്തുണയും ലഭിച്ചു. സീനിയർ ചേംബർ, ഇന്റർനാഷണൽ തേക്കടി ലീജിയൻ, SCA കുമളി, ഡയമണ്ട് സംഘടന എന്നിവയും പ്രതിനിധികളും സജീവമായി പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കുമളിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് സംഘർഷാവസ്ഥ. കുമളി പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് സംസ്ഥാനത്തുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെയാണ് കുമളിയിലും SFI പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ മാർച്ച് പോസ്റ്റ് ഓഫീസിന് സമീപമെത്തിയപ്പോൾ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചു. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. ചില പ്രവർത്തകർ ബാരിക്കേഡ് കടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് തടയുകയായിരുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്ന് SFI നേതാക്കൾ വ്യക്തമാക്കി. RSSന്റെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തിന്റെ ഈ കേരളത്തിനകത്തെ മുക്കുമൂലയിലും ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI ഇന്നേ ദിവസം സമരമെടുത്തിരിക്കുകയാണ്. SFI ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഖിൽ ബാബു അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം അപ്സര ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അനൂഫ്, സ്റ്റെനിൻ, ഭാരവാഹികളായ അരവിന്ദ്, ഷിബു, അൽഫിത്, നിതിൻ തമ്പി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, കുമളി. CITUവിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനവും യോഗവും നടത്തി. കേന്ദ്ര സർക്കാർ തൊഴിലാളി ദ്രോഹ നയങ്ങൾ നടപ്പാക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം നടന്നത്. CITU ജില്ലാ ട്രഷറർ KV ശശി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി ദ്രോഹ നിലപാടുകൾ രാജ്യത്തെ തൊഴിലാളികളെ വലയ്ക്കുന്നുവെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നത്. CITU ജില്ലാ ട്രഷറർ KV ശശി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന തൊഴിൽ നിയമ ഭേദഗതിയിലൂടെ മാനേജ്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ 9 മണിക്കൂറും 10 മണിക്കൂറും 13 മണിക്കൂർ വരെ പണിയെടുപ്പിക്കാം. നോയിഡയിലെ തൊഴിലാളികളെ കൊണ്ട് 13 മണിക്കൂർ വരെ അധികം ഓവർ ടൈം കൊടുക്കാതെ ജോലി എടുപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ്
ഫാക്ടറി തൊഴിലാളികൾ സമരത്തിലേക്ക് കടന്നു. ഈ സമരത്തിൽ തൊഴിലാളികളെ വലിക്കുന്ന ജനദ്രോഹ നിലപാടുകളിൽ നിന്നും പിന്തിരിയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ PG അജിത അധ്യക്ഷയായി. ചാണ്ടി P അലക്സാണ്ടർ, VB മോഹനൻ, മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇതും ഒരു മനുഷ്യസ്നേഹിയുടെ സന്മനസ്. രാജാക്കാട് ചെറുപുറത്ത് വെട്ടുങ്കല്ലുമാക്കൽ പൊന്നുണ്ണിയും ഭാര്യ റെജിയും നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ പൊന്നുണ്ണിയും ഭാര്യയും ഓലിക്കൽ തണ്ടിൽ ജോയി മർക്കോസ് കുഞ്ഞുമോൾ ദമ്പതികൾക്ക് കൈമാറി. രാജാക്കാട് വെട്ടുകല്ലുമാക്കൽ പൊന്നുണ്ണിയും കുടുംബവുമാണ് പുറം ലോകം അറിയാൻ ആഗ്രഹിക്കാതെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. രാജാക്കാട് പഞ്ചായത്തിലെ ചെറുപുറം കോളനിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഓലിക്കൽ തണ്ടിൽ ജോയി മർക്കോസ് കുഞ്ഞുമോൾ ദമ്പതികളുടെ വീട് ഇടിഞ്ഞു വീഴാറായ കമുങ്ങുകൊണ്ടുള്ള തൂണിൽ ആടിയൊലിഞ്ഞ നിലയിലായിരുന്നു. ഈ കുടുംബത്തിന് ഒരു പദ്ധതിയിലും ഉൾപ്പെടുത്തി വാസയോഗ്യമായ ഒരു വീട് നിർമ്മിച്ചു നൽകാൻ ത്രിതല പഞ്ചായത്തുകളോ സംസ്ഥാന സർക്കാരോ തയ്യാറായില്ല. കാലവർഷമെടുത്ത നിമിഷം ആരംഭിക്കുമെന്നിരിക്കെ മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ഈ നിർധന കുടുംബം. ഇത് തിരിച്ചറിഞ്ഞ വെട്ടുകല്ലുമാക്കൽ പൊന്നുണ്ണിയും ഭാര്യ റെയിയും ഇവർക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 25 വർഷത്തോളമായി കുഞ്ഞുവാള ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അംഗമായി സേവനം അനുഷ്ഠിക്കുന്നു. പല ആൾക്കാരും കുഞ്ഞുവാളെ വിളിച്ചിട്ടും കുഞ്ഞുവാളെ പോകാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. അവർക്ക് വാസയോഗ്യമായ ഒരു ഭവനമില്ലായിരുന്നു. ഈ സ്ഥാനത്ത് പച്ചക്കട്ടയും കമുകും ഷീറ്റും അതിൻ്റെ മുകളിൽ നനയാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഒഴിച്ചിട്ടൊരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങളിൽ നിന്ന് പോകാതെ ഞങ്ങളുടെ അടുത്ത സേവനത്തിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ടാണ് ഞങ്ങൾ ഈ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സഹായം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ജോയി മർക്കോസിന്റെ കുടുംബത്തിന് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. 3 കിടപ്പറകളും ഡൈനിങ് റൂമും ഹാളും അടുക്കളയും വർക്ക് ഏരിയയും ഉൾപ്പെടുന്ന ബാത്ത് അറ്റാച്ച്ഡ് വീടാണ് നിലവിൽ ഈ കുടുംബത്തിന് പൊന്നുണ്ണി നിർമ്മിച്ചു നൽകിയത്. വർഷങ്ങളായി വീട് ഞാൻ അവിടുത്തെ കൊച്ച അപ്പനും അമ്മ എൻ്റെ മറക്കാൻ പറ്റില്ല ഒരു വീട് പോലെ. രാവിലെ തന്നെ CSI പള്ളിവികാരി ഫാദർ ബാബു ജേക്കബ് ഭവനത്തിലെത്തി മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം പാൽക്കാച്ചൽ ചടങ്ങ് നടന്നു. തുടർന്ന് പൊന്നുണ്ണിയും ഭാര്യ രാജിയും നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽ ജോയി മർക്കോസിനും ഭാര്യ കുഞ്ഞുമോൾക്കും കൈമാറി. നിറഞ്ഞ സന്തോഷത്തിന്റെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് താക്കോൽ സ്വീകരിച്ചത് സിറ്റി വിഷൻ, രാജാക്കാട്. 28ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ആദരിക്കലും നടന്നു. രാജകുമാരി YMCA യൂണിറ്റിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ തെരഞ്ഞെടുപ്പും പൊതുയോഗവുമാണ് നടന്നത്. YMCA ഇന്റർനാഷണൽ ടൂറിസം സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗം മുൻ സംസ്ഥാന ചെയർപേഴ്സൺ കുമാരി കുര്യാസ് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ രാജകുമാരി മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന YMCA യൂണിറ്റിന്റെ 28ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ തെരഞ്ഞെടുപ്പും കണക്കവതരണവുമാണ് നടന്നത്. രാജകുമാരി YMCA ഇന്റർനാഷണൽ ടൂറിസം സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗം മുൻ സംസ്ഥാന ചെയർപേഴ്സൺ കുമാരി കുര്യാസ് ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയാണ് YMCA. രാജകുമാരിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളെക്കാളും മികച്ച പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ രാജകുമാരി YMCAക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. രാജകുമാരി YMCA ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് YMCA പ്രവർത്തിക്കുന്നത്. ഇന്ന് രാജകുമാരി പ്രദേശത്ത് ഉള്ള ഏത് ക്ലബ്ബുകളെക്കാളും കൂടുതൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് രാജകുമാരി YMCAക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഒരുപാട് ക്ലബ്ബുകൾ നമുക്ക് രാജകുമാരിയിലുണ്ടെങ്കിലും ഒരു പൊതുവായി നടത്തുന്ന പ്രോഗ്രാംസിൽ എന്നും രാജകുമാരി YMCA മുന്നിലാണ്. അത് എല്ലാവരും ഏറ്റവും നമ്മളെ അഭിനന്ദിക്കുന്ന കാര്യവുമാണ്. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സിയോസ് കറിയ പ്രസിഡന്റായും അഡ്വക്കേറ്റ് സാജു ഇടപ്പാറ സെക്രട്ടറിയായും ഷിൻഡോ പാറയിൽ ട്രഷററുമായിട്ടുള്ള 12 അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ജൂൺ മാസത്തിൽ നടക്കുന്ന കുടുംബസംഗമത്തിൽ പുതിയ ഭരണസമിതി അധികാരമേൽക്കും. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള YMCA അംഗങ്ങളെ ആദരിച്ചു. ബോസ് പൊത്തയ്യത്ത്, ജോഷി വെട്ടിക്കാപ്പള്ളി എന്നിവരെയാണ് ആദരിച്ചത്.
YMCA അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. നിയുക്ത പ്രസിഡന്റ് പിയൂസ് കറിയ സമ്മാനദാനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് OA ജോൺ, സെക്രട്ടറി അരുൺ മാത്യു, ട്രഷറർ വർഗീസ് തോപ്പിൽ തുടങ്ങിയവർ കാർഷിക പൊതുയോഗത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,880 രൂപ, പവന് 1,19,040 രൂപ, വെള്ളി ഗ്രാമിന് 315 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലെത്തിക്കാൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തയ്യാറായില്ലെന്ന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം. ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച ശാന്തൻപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാദിനില്ല കളരിയായി മാറുന്നു. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാതെ ഭീതിയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.